ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പങ്കുവയ്ക്കലിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നേ ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് ഏറെ ശ്രദ്ധായകമായ കാര്യമാണ്. വലിയൊരു ജനക്കൂട്ടം യേശുവിൻ്റെ അരികിൽ തിരുവചനം ശ്രവിച്ച് ദിവസങ്ങളോളം കൂടിയായിരിക്കുന്നു. യേശുവിന് വിശപ്പോടുകൂടി അവരെ പറഞ്ഞയക്കുവാൻ മനസ്സാകുന്നില്ല. അവർ വളരെ ദൂരെ നിന്നാണ് വന്നിട്ടുള്ളത്. ആ വലിയ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്ന ക്രിസ്തു ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരായ അവരുടെ മേൽ കർത്താവിന് തോന്നിയ ആർദ്രമായ സ്നേഹവും കരുതലും. ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവർക്കെല്ലാവർക്കും ഭക്ഷണം വാങ്ങാൻ ഞങ്ങൾ എന്ത് ചെയ്യും? യേശു പറയുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. നോക്കൂ, ക്രിസ്തു ശിഷ്യന്മാർക്ക് ഏൽപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ദൗത്യം അവർക്ക് ഭക്ഷണം നൽകുക എന്നതാണ്. നമുക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യം അവരെ വിശപ്പടക്കുക എന്നതാണ്. ആത്മീയ വിശപ്പിനോടൊപ്പം ശാരീരികമായ ഭൗതികമായ വിശപ്പടക്കാൻ ശിഷ്യന്മാർക്ക് സാധ്യമാകണം. ക്രിസ്തു അവരെയാണ് ഭരമേൽപ്പിച്ചത്. യേശു ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 5 അപ്പവും 2 മത്സ്യങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് വേദനയോടുകൂടി പറയുമ്പോൾ യേശു പറയുന്നത് അവരെല്ലാവരെയും ഭക്ഷണത്തിനിരുത്തുവിനെന്നാണ്. യേശുവിൻ്റെ പക്കലേക്ക് അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് സമർപ്പിച്ചപ്പോൾ അവിടുന്ന് ആരാധ്യനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവർ നൽകിയ അപ്പവും വീനും ആശീർവദിച്ച് പകർന്നപ്പോൾ 5000 വരുന്ന ജനക്കൂട്ടം ഭക്ഷിച്ച് സംതൃപ്തരാകുന്നുണ്ട്. ഇത് ഒരു വിശ്വാസത്തിൻ്റെ, കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കലിൻ്റെ, സ്നേഹത്തിൻ്റെ അടയാളമായി മാറി. ക്രിസ്തു നൽകുന്ന സ്നേഹസ്വാതന്ത്ര്യ ഇതാണ്. ബെത്ലഹേമിൽ അഥവാ അപ്പത്തിൻ്റെ നാട്ടിൽ മനുഷ്യകുലത്തിന് മുഴുവനും അപ്പമാകുവാൻ ജനിച്ചവൻ അവർക്ക് സമൃദ്ധമായി അപ്പം നൽകി അവിടെ വിശപ്പടക്കി. ലോകാവസാനം വരെ മനുഷ്യർ നിലനിൽക്കേണ്ടതിന് നിത്യജീവൻ്റെ അപ്പം നൽകുമെന്ന് ഉറപ്പ് നൽകി ക്രിസ്തു അതിന് മുന്നോടിയായി നൽകുന്ന ഏറ്റവും മഹത്തായ അനുഭവമാണ് അവിടെ ശാരീരിക വിശപ്പടക്കിക്കൊണ്ട് ക്രിസ്തു പ്രവർത്തിക്കുന്ന ഈ മഹത്തായ അത്ഭുതം. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ആരെങ്കിലും വിശന്ന് വലയുന്നുവെങ്കിൽ അതിന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് എന്ന ഒരു ബോധ്യം ക്രിസ്തു ഇന്ന് സുവിശേഷം നൽകുന്നുണ്ട്. നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകുവിൻ. നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? വിശക്കുന്നതിൻ്റെ മുമ്പിൽ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വാദിക്കാൻ പോകുന്നത്? നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകുക. നമുക്കുള്ളത് എന്ത് നഷ്ടപ്പെടുത്തിയും അവരെൻ്റെ വിശപ്പടക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുമ്പോൾ വിശപ്പിൻ്റെ മുമ്പിൽ എല്ലാ നീതിബോധവും അതിലംഘിച്ചുകൊണ്ട് നന്മ ചെയ്യുവാൻ നമ്മൾ മനസ്സാകണം എന്ന ഓർപ്പെടുത്തലും ക്രിസ്തു നൽകുന്നുണ്ട്. യേശു നൽകുന്ന ഈ നന്മയുടെ പാഠം സ്വീകരിച്ചുകൊണ്ട് നമുക്കും പങ്കുവയ്ക്കലിൻ്റെ ആത്മീയതയിൽ ജീവിക്കാം. നമുക്കുള്ളത് ക്രിസ്തുവിൻ്റെ പാവനകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് അനേകർക്കായി അത് പങ്കുവച്ച് നൽകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.